അതിനെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒന്ന്, കേരളത്തിലെ കോൺഗ്രസ് സംഘടന അതിശക്തമാണ്. KPCCയുടെ നേതൃനിരയിൽ മാത്രമാണ് അടുത്ത കാലത്ത് മാറ്റം വരുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള ശാക്തീകരണം, എല്ലാവരെയും മാറ്റുക എന്നുള്ളതല്ല, ശാക്തീകരണം, സംഘടനാ സംവിധാനം 2 തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലുള്ള പ്രാഥമിക ചർച്ചകളാണ് ഞങ്ങൾ ഡൽഹിയിൽ നടത്തിയത്. അതിങ്ങോട്ട് വരാൻ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, പാർലമെന്റ് സെഷൻ നടക്കുകയാണ്. ദീർഘദിവസത്തെ പാർലമെന്റ് സമ്മേളനമാണ്. MPമാർക്ക് ശനിയോ ഞായറോ അവധി കിട്ടിയാൽ തന്നെ അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടാവും. അതുകൊണ്ട് MPമാരുടെ എല്ലാവരെയും കണ്ട അഭിപ്രായങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ടീം തന്നെ ഇവിടെ വന്ന് എല്ലാ MPമാരുമായിട്ട് സംസാരിക്കാൻ, പ്രിയങ്ക ജി ഒഴിച്ചുള്ള എല്ലാ MPമാരുമായിട്ട് 1-2 തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ, അത് സംസ്ഥാന നേതാക്കന്മാരുണ്ട്, MLAമാരുണ്ട്, DC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും. അക്കാര്യത്തിൽ ഏതെങ്കിലും മുൻധാരണയോടുകൂടിയല്ല വന്നിട്ടുള്ളത്. അതിന് ധൃതി പിടിച്ച ഹറിബറിയില്ല, എന്നാൽ സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റേതായ രൂപത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും. ഒരു തരത്തിലും ഒരു പരാജയമില്ല, വളരെ വിജയകരമായിട്ടുള്ള ചർച്ചകളാണ്. അതിനിയും ഡൽഹിയിൽ എപ്പോഴും വരാമല്ലോ, അത് ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ സൗകര്യത്തിന് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും ആരോടെങ്കിലും അവരൊറ്റ കാര്യം, 10-ാം തീയതി എന്നുള്ളൊരു സമയം ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞുവെന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഹൂ ടോൾഡ് യു? അതിപ്പോ അത് പല കാര്യമല്ലേ, ഒരു തർക്കമില്ല. അപ്പൊ ശരി യു സജസ്റ്റ്.